വ്ളോഗ്സിന്റെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ പഴയ അതിമനോഹരമായ റോത്തൻബുർഗിലാണ്. മനസ്സിൽ സന്തോഷം നിറയെ സ്നേഹം ലോകം മുഴുവൻ എന്റെ സ്വപ്നഗേഹം ഓരോ കാഴ്ചയിലും പുതിയ താളം. ഞങ്ങൾ ഇങ്ങോട്ട് എങ്ങനെ എത്തിയെന്ന് അറിയണ്ടേ? ഞങ്ങൾ ഫ്രാങ്ക്ഫൂർട്ടിൽ നിന്ന് സ്റ്റൈനാഹിലോട്ട് പോയി അവിടുന്ന് റോത്തൻബുർഗിലോട്ട് 15 മിനിറ്റ്സ് യാത്ര പോകണം. ഇതാണ് റോത്തൻബുർഗ് സ്റ്റേഷൻ. ഇവിടെ ആണെങ്കിൽ ഒരു മാപ്പ് ഉണ്ട്, നമുക്ക് അതേ നോക്കി പോകാം. ഇവിടെ നിന്ന് നടന്നു പോകുന്നുള്ള ദൂരമുള്ളൂ അങ്ങോട്ട്. ചരിത്ര പ്രാധാന്യമായ കെട്ടിടങ്ങളും കല്ലുകൊണ്ട് നിർമ്മിച്ച പാതകളും ഉള്ള റോത്തൻബുർഗ് ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആണ്. വർഷത്തിൽ 3 മില്യൺ ആൾക്കാർ ഇവിടെ വന്നു പോകാറുണ്ടെന്നാണ് കണക്ക്. ഈ ഓൾഡ് ടൗൺ ഫുള്ള് മതിലുകളാൽ ചുറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. നഗരത്തിന്റെ അകത്തോട്ടുള്ള പ്രധാന കവാടങ്ങളിൽ ഒന്നാണിത്. 1939 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ നശിക്കുകയും പിന്നീട് അത് പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇതുപോലത്തെ വേറെയും കവാടങ്ങളുണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞാണ് നമ്മൾ ഈ നഗരത്തിലോട്ട് കിടക്കുന്നത്. ഈ നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ഈ ടൗൺ ഹാൾ. ഇവിടെ നിന്നാണെങ്കിൽ എല്ലാ ദിവസവും 11 മണിക്ക് ഇംഗ്ലീഷിലും ജർമ്മനിലും സിറ്റി ടൂർ ഉണ്ട്. ഈ ടൗൺ ഹാളിന് 200 വർഷം പഴക്കമുണ്ട്. ഈ ടൗൺ ഹാളിന്റെ പ്രധാന ആകർഷകളിൽ ഒന്നാണ് ഈ ക്ലോക്ക്. ഈ ക്ലോക്കിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. 1631 30 ഇയേഴ്സ് വാർ കാലഘട്ടത്തിൽ റോത്തൻബുർഗ് നഗരത്തിൽ കത്തോലിക്കൻ ജനറൽ തില്ലി തന്റെ സൈന്യവുമായി നഗരത്തിൽ കയറുന്നു. നഗരം പിടിച്ചെടുത്തതിന് ശേഷം പട്ടാളം നഗരത്തിനെ തകർക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് നഗരത്തിലെ മുൻ മേയർ ജോർജ് നൂഷ് രംഗത്തെത്തുന്നു. തില്ലി ഒരു വെല്ലുവിളി ഉന്നയിക്കുന്നു. ഇവിടെ ആരെങ്കിലും ഈ വലിയ വൈൻ പാത്രം 3.5 ലിറ്റർ ഒറ്റ ചുമട്ടിൽ കുടിച്ചാൽ ഞാൻ നഗരെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പറഞ്ഞ പോലെ തന്നെ ജോർജ് നൂഷ് അത് ചെയ്യുന്നു. അങ്ങനെ നഗരം രക്ഷപ്പെടുന്നു. ടില്ലിയും ജോർജ് നൂഷും ഓട്ടോമാറ്റിക് ഫിഗറുകളായി ക്ലോക്കിന്റെ 2 വിൻഡോകളിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് കാണാനായി ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. ഇതിന്റെ മുകളിൽ നമുക്ക് കയറാവുന്നതാണ്. ഇതിന്റെ മുകളിൽ കയറിയാലേ നമുക്കൊരു പനോരമിക് വ്യൂ കിട്ടും. ഞങ്ങൾ സിറ്റി ഗൈഡ് ടൂറിനാണ് പോയത്. ഈ ഗൈഡ് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നായിരുന്നു. ഇംഗ്ലീഷ് ഗൈഡ് ടൂറിനാണ് ഞങ്ങൾ പോയത്. €9 സിറ്റി ടൂറിന്. 12 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ്. ഈ ഗൈഡഡ് ടൂർ ടൗൺ ഹാളിൽ നിന്ന് തുടങ്ങിയിട്ട് ടൗൺ ഹാളിൽ തന്നെയാണ് തീരുന്നത്. 90 മിനിറ്റ്സ് ആണ് ഈ ഗൈഡഡ് ടൂർ. ഇതാണ് ഇവിടുത്തെ ഏക കത്തോലിക് ചർച്ച്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ക്രിമിനൽ മ്യൂസിയത്തിലേക്കാണ്. ഇത് യൂറോപ്പിലെ നിയമവും ശിക്ഷയും സംബന്ധിച്ച് ചരിത്രത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. ഇതിവിടെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ശിക്ഷാ ഉപകരണമാണ്. കുറ്റം ചെയ്ത ആളെ ഇതേൽ കെട്ടിയിട്ടിട്ട് നഗരത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുവെക്കും. ആ ദിവസം ഫുള്ള് ഇതേൽ അവരെ കെട്ടിയിടും. അത് കഴിഞ്ഞിട്ട് അതിന്റെ നാണക്കേട് കാരണം പിന്നെ അവരാ കുറ്റം ചെയ്യത്തില്ല. ഞങ്ങളുടെ ഗൈഡാണെങ്കിൽ ഞങ്ങളെ വെച്ചൊരു ഡെമോൺസ്ട്രേഷനും ചെയ്തു. ഇത് കുറ്റവാളിനെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച വേറൊരു ഉപകരണമാണ്. കുറ്റവാളികളെ പൊതുദർശനത്തിനായിട്ട് ഇതിൽ തൂക്കിയിടുമായിരുന്നു. ഇതാണെങ്കിൽ പണ്ട് തടവുകാരെ ജയിലിലോട്ടോ അല്ലെങ്കിൽ കോർട്ടിലോട്ടോ കൊണ്ടുപോകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ്. പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. 30 ഇയേഴ്സ് വാർ കാലഘട്ടത്തിൽ ഇതിന്റെ ഭിത്തികൾ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തി. ശത്രുക്കളുടെ ആക്രമണങ്ങൾ തടയുന്നതിന് ഇതൊരു പ്രധാന പങ്ക് വച്ചിരുന്നു. കിഴക്ക് ഭാഗത്തു നിന്നുള്ള പ്രവേശന കവാടമാണിത്. ഇതിന് 4 ഗേറ്റ് ആണുള്ളത്.
ഇതിന് 4 കിലോമീറ്റർ നീളമാണുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറിയാൽ സിറ്റിയുടെ ഒരു നല്ല വ്യൂ നമുക്ക് കിട്ടും. ഞാൻ എൻ്റെ ഫോണിൽ ഒത്തിരി ഫോട്ടോ എടുത്തായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ മഴയെല്ലാം കുളമാക്കിയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത് പുനർനിർമ്മിക്കാൻ സഹായിച്ച ആൾക്കാരുടെ പേര് അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം പഴയതാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ചിലതൊക്കെ തകർന്നു പോയെങ്കിലും അവർ അതുപോലെ തന്നെ അത് പുനർനിർമ്മിച്ചു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഫോട്ടോ എടുക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തു. ഒരു സ്ഥലത്ത് മുമ്പ് അവിടുത്തെ പ്രധാന ഫുഡ് നമ്മളെങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന സ്നാക്ക്, ഷ്നീവാൾ എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ ഇതും ട്രൈ ചെയ്തായിരുന്നു, നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ നഗരത്തിൽ ഒത്തിരി ഗേറ്റുകളുണ്ടെന്ന്, അതിലൊരു ഗേറ്റാണിത്. ഞങ്ങൾ എവിടെ ചെന്നാലും വെതർ ഞങ്ങളെ ചതിക്കും കേട്ടോ. ഇവിടെ വന്നപ്പോൾ അവിടെ മഴയായി, പക്ഷെ ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ വ്യൂ ആസ്വദിച്ചു. വഴിയുടെ ഇരുവശത്തും പലതരത്തിലുള്ള ഷോപ്പുകളാണ്. ഈ പിക്ചറിൽ കാണുന്ന ഡോറുകളല്ല ഇവിടുത്തെ ഓരോ കെട്ടിടത്തിന്റെ ഡോറുകളാണ്. ഇവിടുത്തെ പഴയ ഡോറിന്റെ ഒരു അവശിഷ്ടമാണ്. നഗരത്തിന് പൈസ കിട്ടുന്ന അനുസരിച്ച് ഈ സിറ്റി വലുതാകാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ വലുതായി നമ്മൾ ആദ്യം കണ്ട ഗേറ്റ് അവിടെ വരെ ഈ സിറ്റി ഇപ്പോൾ ഉണ്ട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടെ ആണെങ്കിൽ ഇവർ കണ്ടു മുട്ട ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ശരിക്കുള്ള മുട്ടയാണ്. ഈസ്റ്റർ ആകുമ്പോഴത്തേക്ക് ഫാമിലി എല്ലാവരും കൂടെ ഇങ്ങനെ കളർ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യും. ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. നമ്മൾ ജർമ്മനി മിണ്ടിയാലും അവരിങ്ങോട്ട് ഇംഗ്ലീഷിലാണ് മിണ്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗൈഡഡ് ടൂർ കഴിഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല, പുറത്തിറങ്ങിയാൽ എനിക്ക് അപ്പോൾ വിശക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ലഞ്ച് ബ്രേക്ക് ആകാം. റോത്തംബർഗിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് സെന്റ് യാക്കോബ്സ് ചർച്ച്. ഈ നഗരം കാമിനോ ഡെ സാന്റിയാഗോ എന്ന തീർത്ഥാടന വഴിയുടെ ഒരു പ്രധാന ഭാഗമാണ്. തീർത്ഥാടകർക്ക് വഴി കാണിക്കാനും ദിശ കാണിക്കാനുമാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത്. ഇനി കാമിനോ ഡെ സാന്റിയാഗോയുടെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അർത്ഥം ദ വേ ഓഫ് ദ സെന്റ് ജെയിംസ്. സെന്റ് ജെയിംസിന്റെ കവരിടം സ്പെയിനിലാണെന്നാണ് വിശ്വാസം. ഇത് അങ്ങോട്ടുള്ള ക്രൈസ്തവ തീർത്ഥാടന വഴിയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും കൂടെ ഈ വഴി കടന്നു പോന്നു. ഉദാഹരണത്തിന് ജർമ്മനി, ഫ്രാൻസ്, സ്പെയിന്. ഗോത്തിക് ശൈലിയിൽ പണിഞ്ഞ പള്ളിയാണിത്. 13-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇതൊരു റോമൻ കത്തോലിക് ചർച്ചായിരുന്നു. അത് കഴിഞ്ഞ 16-ാം നൂറ്റാണ്ടിൽ ഇതൊരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചായി മാറുകയായിരുന്നു. ഇപ്പോൾ ഇതൊരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. അവിടെ താങ്ക്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ നോക്കിയപ്പോൾ ലവ് ഫ്രം ഇന്ത്യ കണ്ടു. അപ്പം ഞങ്ങളും കുറച്ച് എഴുതി. ഇതാണ് ക്രിസ്മസ് ബോട്ട്. താൻസാനിയിൽ നിന്ന് കൊണ്ടുവന്ന മരം വെച്ചാണ് ഇതുണ്ടാക്കിയത്. ഈശോയുടെ ജനനമാണ് ഇതിൽ കൊത്തിവെച്ചേക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മടുത്തായിരുന്നു. അങ്ങോട്ട് ഞങ്ങൾ ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ സ്റ്റേ ഉണ്ട്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തു പോയി. വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. ഇപ്പം നമ്മൾ സിറ്റിക്കകത്ത് കയറിയപ്പം ആദ്യമേ വന്ന ഗേറ്റിൽ കൂടെ അല്ല കയറിയത്, ഇത് വേറെ ഗേറ്റാണ്. ഇവിടെ തന്നെ ഒരു പള്ളിയുണ്ട്. ഞങ്ങൾ വീണ്ടും ടൗൺ ഹാളിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ആൾക്കൂട്ടം നോക്കിയപ്പോൾ അവിടെ ഒരു കോൺസേർട്ട് നടക്കുവാണ്. പിന്നെ ഞങ്ങൾ കുറച്ചിടെ അവിടെ നിന്നു. ചിലവർ പാട്ട് കേട്ടോണ്ടിരുന്നെങ്കിലും മിക്ക ആൾക്കാർ ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു.
ജർമ്മനിയിലെ പ്രശസ്തമായ ക്രിസ്മസ് മ്യൂസിയമാണിത്. 19-ാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ വരെയുള്ള ക്രിസ്മസിന് ഉപയോഗിച്ച സാധനങ്ങൾ ഇവിടെയുണ്ട്. 6 മണി വരെ ഈ ഷോപ്പുള്ളൂ. റോത്തൻബുർഗ് നഗരത്തിൻ്റെ അതിവിശേഷതയാണ് ഈ ഡബിൾ ബ്രിഡ്ജ്. ഇതാണെങ്കിൽ 2 നിലയിലാണ് പണിഞ്ഞേക്കുന്നത്. ഇത് 14-ാം നൂറ്റാണ്ടിലാണ് പണിഞ്ഞത്. ടൈബർ നദിയുടെ കുറുകെയാണ് ഇത് പണിഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു 2 ലോകമഹായുദ്ധത്തിൽ ചില വീടുകളൊക്കെ തകർന്നു പോയി. അത് ഇനി അവർ അതുപോലെ തന്നെ പണിഞ്ഞെന്ന്. അതിലെ ചില വീടുകളാണിത്. റോത്തൻബുർഗിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് നൈറ്റ് വാച്ച്മാൻ. ഇതും ഗൈഡഡ് ടൂറാണ്. 1 മണിക്കൂറാണ് ഉള്ളത്. 9 യൂറാണ് ഒരാൾക്ക്. 12 വയസ്സ് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. ഈ ഗൈഡഡ് ടൂർ നയിക്കുന്നത് പഴയ വാച്ച്മാൻ്റെ ഡ്രസ്സ് ധരിച്ച ആളാണ്. ഈ ഗൈഡ് നമുക്ക് പഴയ ചരിത്രങ്ങളെല്ലാം വിശദീകരിച്ച് തരും. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണെന്നാണ് വാച്ച്മാൻ പറഞ്ഞത്. ഇത് റോത്തൻബുർഗിലെ ചരിത്രപ്രാധാന്യമായ ഒരു തടിവീടാണ്. പണ്ട് ഇതൊരു കശാപ്പുശാലയും നൃത്തശാലയായിരുന്നു. ഇപ്പം ഇതൊരു ഫോട്ടോ സ്പോട്ടാണ്. ഇത് ഇവിടുത്തെ പൊതു പാർക്കാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ കോട്ട ഇവിടെയായിരുന്നു. ടൈബർ താഴ്വരയുടെ ഒരു മനോഹരമായ വ്യൂ നമുക്ക് ഇവിടെ നിന്നാ കിട്ടും. They had to have a winter port, a dry spot, because people died from the plague, and it was not because the priests refused to go and do it as before. They were amongst the first victims because they went, because it was. ഇത് 1555 പണിഞ്ഞ ഡോറാണ്. വാച്ച്മാൻ പറഞ്ഞ ഹിസ്റ്ററികളെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇന്ന് ഞങ്ങൾ കുറേ നടന്നു, പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നു. ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.